നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ലോൺ എടുത്തവർക്ക്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ലോൺ എടുത്തവർക്കും അതുപോലെ തന്നെ ലോൺ എടുക്കാൻ പ്ലാൻ ഉള്ളവർക്കും ഒരു സന്തോഷ വാർത്ത. RBI അവരുടെ റെപ്പോ റേറ്റ് കുറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി RBI ഗ്രാജുവലി അവരുടെ റെപ്പോ റേറ്റ് കുറച്ചു കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നത് ഹോം ലോൺ എടുത്തവർക്കും വാഹന ലോൺ എടുത്തവർക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ലോൺ എടുത്തവർക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയാണ് നൽകുന്നത്. കാരണം അവരുടെ EMI ഇനി കുറയാൻ പോവുകയാണ്. അതുപോലെ തന്നെ ലോണിന്റെ പലിശ നിരക്കും കുറയാൻ പോവുകയാണ്. ലോണിന്റെ പലിശ നിരക്ക് കുറയുന്നതോടുകൂടി ഉദാഹരണത്തിന് നിങ്ങൾ 50 ലക്ഷം രൂപ ഹോം ലോൺ 20 വർഷത്തെ കാലയളവിലേക്ക് എടുക്കുകയാണെങ്കിൽ പ്രതിമാസ EMI-യിൽ ഏകദേശം 3800 രൂപയോളം കുറവുണ്ടാകും. അതായത് ഒരു വർഷം നിങ്ങൾ ഏകദേശം 46,000 രൂപ സേവ് ചെയ്യുകയാണ്. അത് മൊത്തം ലോണിന്റെ കാലയളവിലേക്ക് പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം 9,20,000 രൂപ നിങ്ങൾ സേവ് ചെയ്യുകയാണ്. ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് RBIയുടെ റെപ്പോ റേറ്റ്, അതുപോലെ തന്നെ RBIയുടെ റേറ്റ് കട്ട് ടൈം ലൈൻ എന്താണ്, ഏതൊക്കെ ലോണുകൾക്കാണ് ഇനി തൊട്ട് പലിശ നിരക്ക് കുറയാൻ പോകുന്നത് അല്ലെങ്കിൽ EMI കുറയാൻ പോകുന്നത്, എത്രത്തോളമാണ് നിങ്ങൾ സേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടി തുടങ്ങുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പുതിയ നിയമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ RBIയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് മാത്രമായിട്ട് ഉള്ളതാണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന EMI കാൽക്കുലേഷനുകൾ സ്റ്റാൻഡേർഡ് ഫോർമുലകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഏകദേശ കണക്കുകൂട്ടലുകൾ മാത്രമാണ്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. സോ എന്താണ് റെപ്പോ റേറ്റ്? അതായത് നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്ക് നമുക്ക് ഒരു പലിശ നിരക്കിൽ ഒരു ലോൺ തരുന്നു, അല്ലെ? ഈ ബാങ്കിന് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത്? ബാങ്കിന് പണം നൽകുന്നത് നമ്മൾ, അതായത് SBI ആവട്ടെ, HDFC ആവട്ടെ, അങ്ങനെ ഏത് കൊമേഴ്ഷ്യൽ ബാങ്കും ആവട്ടെ, ബാങ്കിന് പണം ലഭിക്കുന്നത് RBIയിൽ നിന്നാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ബാങ്കുകൾക്ക് പണം ലഭിക്കുന്നത്. ഈ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണം നൽകുന്ന സമയത്ത് അവിടെ ഒരു പലിശ നിരക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ബാങ്കുകൾക്ക് ഈടാക്കുന്നു. ഈ ബാങ്കിന് ഈടാക്കുന്ന പലിശയാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആ പലിശ നിരക്കിലാണ് ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നത്. അതുവഴി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെപ്പോ റേറ്റ് കുറയുന്നത് വഴി ബാങ്കുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോണിന്റെ പലിശയും സ്വാഭാവികമായിട്ടും കുറയുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാ ഭവന വായ്പകളും റെപ്പോ ലിങ്ക്ഡ് ആണ്. അതായത് റെപ്പോ റേറ്റിൽ വരുന്ന ഏത് മാറ്റവും വളരെ ക്വിക്ക് ആയിട്ട് തന്നെ നിങ്ങളുടെ ഭവന വായ്പയെ ബാധിക്കുന്നു. അത് അതിന്റെ ടെന്യൂറിനെയും അതുപോലെ തന്നെ പലിശ നിരക്കിനെയും എല്ലാം പോസിറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഇൻ കേസ് റെപ്പോ റേറ്റ് കൂടുകയാണെങ്കിൽ നെഗറ്റീവായിട്ടും ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റെപ്പോ റേറ്റ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് EMI കുറയുന്ന അല്ലെങ്കിൽ പലിശ നിരക്ക് കുറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ലോൺ എടുത്തവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് RBI അവരുടെ റെപ്പോ റേറ്റ് കുറച്ച് വരികയായിരുന്നു. അതായത് ഡിസംബർ 2024 തൊട്ട് 2025 ഡിസംബർ വരെ, അതായത് ഈ ദിവസം വരെ ബാങ്ക് RBI അവരുടെ റെപ്പോ റേറ്റ് കുറച്ച് വരികയാണ്. അതിന്റെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ 2024 ഡിസംബർ 6 റെപ്പോ റേറ്റ് 6.5%, ഫെബ്രുവരി 7 2025 ആകുമ്പോഴേക്കും റെപ്പോ റേറ്റ് 6.25% വീണ്ടും കുറച്ചു. ഏപ്രിൽ 9 2025 റെപ്പോ റേറ്റ് 6% വീണ്ടും കുറച്ചിരിക്കുന്നു. ജൂൺ 6 2025 6 ആ റെപ്പോ റേറ്റ് 5.5% വീണ്ടും കുറച്ചു. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 1.25% ആണ് റെപ്പോ റേറ്റ് കുറഞ്ഞിരിക്കുന്നത്. അതായത് 1.25% കുറഞ്ഞിരിക്കുന്നു. ഹോം ലോണിന്റെ റേറ്റുകൾ വളരെ കുറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യം, ഇത് ഹോം ലോണിന് മാത്രമാണോ അവൈലബിൾ ആകുന്നത്, അപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ള കാര്യം ഒരിക്കലുമല്ല. ഏതൊക്കെ ലോണുകൾക്കാണ് ഈ കുറഞ്ഞ റെപ്പോ റേറ്റ് ബാധകമാവുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹോം ലോൺ തന്നെയാണ്. ഭവന വായ്പക്ക് ഇത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നു. ഇന്നത്തെ മിക്ക ഫ്ലോട്ടിംഗ് റേറ്റ് ഹോം ലോണുകളും റെപ്പോ റേറ്റ് പോലെയുള്ള എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ RBI റെപ്പോ റേറ്റ് കുറയുന്നത് വഴി ഹോം ലോണിന്റെ പലിശ നിരക്ക് കുറയാനും അതുപോലെ തന്നെ പ്രതിമാസ EMI കുറയാനും സാധ്യമാണ്. അടുത്തത് വാഹന വായ്പകളാണ്. മിക്ക വാഹന വായ്പകളും ഇപ്പോൾ MCLR അല്ലെങ്കിൽ ഇന്റേണൽ ബാങ്ക് റേറ്റുകളെ അടിസ്ഥാനമാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെപ്പോ റേറ്റിന്റെ ബെനിഫിറ്റ് വാഹന വായ്പകളെ അധികം ബാധിക്കാൻ സാധ്യത ഇല്ല. ഒന്നുകിൽ അത് സ്ലോ ആയിട്ടായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ വളരെ പാർഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രമേ അതിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. കാരണം വാഹന വായ്പകളിൽ മിക്കതും ഇപ്പോൾ ഹോം ലോണിനെ പോലെയല്ല, അത് ബാങ്കിന്റെ ഇന്റേണൽ റേറ്റിനെ അടിസ്ഥാനമാക്കിയാണ് കൊടുക്കുന്നത്. ഹോം ലോൺ അങ്ങനെയല്ല. മോസ്റ്റ് ഓഫ് ദ ഹോം ലോണുകളും RBIയുടെ റെപ്പോ റേറ്റിന് ലിങ്ക്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാഹന വായ്പക്ക് ഹോം ലോണിനെ പോലെയുള്ള എഫക്ട് കിട്ടാത്തത്. അടുത്തത് പേഴ്സണൽ ലോണുകളാണ്. വ്യക്തിഗത വായ്പകൾ എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണുകളാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ലോണിന്റെ പലിശ എന്ന് പറയുന്നത് നിങ്ങളുടെ സിബിൽ സ്കോർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം സോഴ്സ്, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ആയിരിക്കും. അതായത് റിസ്ക്കും ബാങ്ക് പോളിസിയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് പേഴ്സണൽ ലോണിന്റെ പലിശ നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെപ്പോ കട്ട്, ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന റെപ്പോ റേറ്റ് കട്ട്
നിങ്ങളുടെ പേഴ്സണൽ ലോണിനെ ഡയറക്റ്റ് എഫക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അടുത്തത് ബിസിനസ് ലോണുകൾ, അതുപോലെ തന്നെ MSME ലോണുകൾ, വിദ്യാഭ്യാസ വായ്പകൾ. ഈ ലോണുകൾ ബെഞ്ച് മാർക്ക് ലിങ്ക്ഡ് ആണെങ്കിൽ മാത്രമേ റെപ്പോ കട്ട് ഇതിനെ ബാധിക്കുകയുള്ളൂ. ബാങ്കിന്റെ റീസെറ്റ് റൂളുകളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ ഒരു ഇമ്പാക്ട്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വരികയാണ്. വി ആർ കമ്മിങ് ബാക്ക് ടു ദ ഹോം ലോൺ പാർട്ട്. അതായത് നിങ്ങൾ 50 ലക്ഷം രൂപ ഹോം ലോൺ എടുത്തിരിക്കുന്നു 20 വർഷത്തെ കാലയളവിലേക്ക് എന്നിരിക്കട്ടെ. ഇവിടെ ലോൺ എമൗണ്ട് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 50 ലക്ഷം രൂപയാണ്. പഴയ പലിശ നിരക്ക് പ്രകാരം, അതായത് റെപ്പോ കട്ടിന് മുമ്പുള്ള പലിശ നിരക്ക് പ്രകാരം ബാങ്ക് നമുക്ക് തന്നത് 8.2% ആണെങ്കിൽ 1.25% റെപ്പോ കട്ടിന് ശേഷം പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് 7%. ലോണിന്റെ കാലയളവ് അഥവാ ടെന്യൂർ എന്ന് പറയുന്നത് 20 വർഷം, അതായത് 240 മാസം. ഇനി എങ്ങനെയാണ് നമ്മൾ EMI കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് പരിശോധിച്ച് നോക്കാം. ഇനി ഈ ഒരു സിനാരിയോയിൽ, അതായത് ഈ ഒരു ലോണിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കണ്ടല്ലോ, ആ ഒരു സ്ട്രക്ചർ പ്രകാരം എങ്ങനെയാണ് EMI കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവിടെ 5 കോളം നമുക്ക് കാണാം. അതായത് പഴയ പലിശ നിരക്ക് പ്രകാരം ഏകദേശം EMI ആയിട്ട് വരുന്നത് പ്രതിമാസം 42,600 രൂപ. എന്നാൽ പുതിയ പലിശ നിരക്ക് പ്രകാരം റെപ്പോ റേറ്റ് 1.25% കട്ടായതിനു ശേഷം വരുന്ന പ്രതിമാസ EMI 38,800 രൂപയാണ്. പഴയ പലിശ നിരക്കിൽ അതിൽ മന്ത്ലി സേവിങ്സോ ഇയർലി സേവിങ്സോ ടോട്ടൽ സേവിങ്സോ ഒന്നും വരുന്നില്ല. എന്നാൽ പുതിയ പലിശ നിരക്ക് പ്രകാരം പരിശോധിക്കുകയാണെങ്കിൽ പ്രതിമാസ EMI ഇനത്തിൽ നമുക്ക് 3,800 രൂപ ഒരു മാസം സേവ് ചെയ്യാൻ പറ്റും. അത് ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 46,600 രൂപയാകുന്നു. ടോട്ടൽ സേവിങ്സ്, അതായത് ലോണിന്റെ കാലയളവ് 20 വർഷത്തെ കാലയളവ് പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങൾ ടോട്ടൽ സേവ് ചെയ്യുന്ന എമൗണ്ട് 9,20,000 രൂപയായിരിക്കും. അതായത് 8.2% പലിശ നിരക്കിൽ ഉണ്ടാകുന്ന EMI 42,600 രൂപ ആയിരുന്നപ്പോൾ 7% പലിശ നിരക്കിൽ ഉണ്ടാകുന്ന EMI 38,800 രൂപയാണ്. അതായത് പ്രതിമാസം 3,800 രൂപയുടെ സേവിങ്സും ഒരു വർഷമാവുന്ന സമയത്ത് 46,000 രൂപ നിങ്ങൾക്ക് EMI ഇനത്തിൽ മാത്രം സേവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു കാര്യമല്ല. ബാങ്ക് പൂർണ്ണമായിട്ട് റേറ്റ് കട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 9.2 ലക്ഷം രൂപ, 9,20,000 രൂപ ലോൺ കാലയളവ് പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, റെപ്പോ റേറ്റ് കുറഞ്ഞത് ബാധകമാക്കാതെ നിങ്ങൾ പഴയ EMI തന്നെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലോൺ വളരെ പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് 20 വർഷത്തെ ടെന്യൂറിലുള്ള ലോൺ നിങ്ങൾക്ക് അതിന് മുമ്പേ തന്നെ അടച്ചു തീർത്ത് അത് ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ്. പലിശ നിരക്കിൽ വലിയൊരു തുക ലാഭിക്കാനും ഇത് സഹായിക്കുന്നു. ഇൻ ബിറ്റ്വീൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ്. അതെ, ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിൽ പ്രതിമാസം വെറും 578 രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കവറേജ് ലഭിക്കുന്നു. മാത്രമല്ല ഇൻകം ടാക്സ് സെക്ഷൻ 80C ആൻഡ് 80D പ്രകാരം 54,600 രൂപയോളം ടാക്സ് ഡിഡക്ഷനും അവൈലബിൾ ആണ്. കൂടാതെ 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിൽ ഉണ്ട്. കൂടാതെ 64 ക്രിട്ടിക്കൽ ഇൽനെസ്സും ഇത് കവർ ചെയ്യുന്നു. മാത്രമല്ല 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പു നൽകുന്നു. ആദ്യത്തെ 1 വർഷത്തെ പ്രീമിയത്തിന് 15% ഡിസ്കൗണ്ടും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിൽ ഉണ്ട്. സോ നിങ്ങൾ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഈ നമ്പറുകൾ ഏകദേശ കണക്കുകൂട്ടലുകൾ ആണ്. ബാങ്കിന്റെ പോളിസികളെയും റേറ്റ് റീസെറ്റ് ഡേറ്റുകളെയും അടിസ്ഥാനപ്പെടുത്തി ഇത് മാറിയേക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ബെനിഫിറ്റ് അനുഭവിക്കാൻ സാധ്യമാവുക. RBI ഈ ഒരു റെപ്പോ റേറ്റ് അനൗൺസ് ചെയ്ത സമയം തൊട്ട് തന്നെ നിങ്ങളുടെ EMI റെഡ്യൂസ് ആവില്ല. അതിന് ഏതാനും ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞത് മിക്ക ഹോം ലോണുകളും ഇപ്പോൾ റെപ്പോ ലിങ്ക്ഡ് ആണ്. അങ്ങനെ നിങ്ങളുടെ ഹോം ലോൺ റെപ്പോ ലിങ്ക്ഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ റെപ്പോ കട്ടിന്റെ ബെനിഫിറ്റ് അനുഭവിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ ബാങ്കിന്റെ സ്പ്രെഡ് എത്രയാണ്. എല്ലാ ബാങ്കുകളും റെപ്പോ റേറ്റിൽ മാർജിൻ ആഡ് ചെയ്യുന്നുണ്ട്. അവ എത്രയാണ്, അത് എത്രയാണെന്ന് നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റീസെറ്റ് ഡേറ്റ് എന്താണ്. ചില ബാങ്കുകൾ ക്വാർട്ടർലി ആയിരിക്കും റീസെറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ചില ബാങ്കുകൾ മന്ത്ലി ആയിരിക്കും, ചില ബാങ്കുകൾ ഇയർലി ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ബാങ്കുകൾക്കും ഓരോ നിയമങ്ങളാണ് അല്ലെ. അത്തരത്തിൽ നിങ്ങളുടെ ബാങ്ക് EMI ആണ് കുറക്കുന്നത് അതോ ടെന്യൂർ ആണ് കുറക്കുന്നത് എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. റീസെറ്റ് ഡേറ്റിന് ശേഷം ഒരു മാറ്റവും നിങ്ങളുടെ EMIയിൽ വരുന്നില്ല എന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ അന്വേഷിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ബെഞ്ച് മാർക്കിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധ്യമാണോ എന്നുള്ള കാര്യവും അന്വേഷിക്കുക. അതുപോലെ തന്നെ റെപ്പോ റേറ്റ് കുറഞ്ഞു അതുകൊണ്ട് എന്റെ EMI കുറയാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ എൻറ്റയർ 1.25 എന്ന് പറയുന്ന റെപ്പോ കട്ട് ബാങ്ക് കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യാൻ സാധ്യതയില്ല. പേഴ്സണൽ ലോണുകൾക്കും അതുപോലെ തന്നെ ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലോണുകൾക്കും ബെനിഫിറ്റ് വ്യത്യാസപ്പെടുത്തിയിരിക്കാം. അതായത് ഒന്നുകിൽ വളരെ ചെറിയ ഒരു കുറവ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ തീരെ ഒരു കുറവും ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. RBI അനൗൺസ്മെന്റിന് ശേഷം എപ്പോഴും നിങ്ങളുടെ ലോൺ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ബാങ്ക് ഫുൾ ബെനിഫിറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് കുറഞ്ഞ EMI സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറഞ്ഞ ടെന്യൂർ, അതായത് ലോണിന്റെ കാലയളവ് കുറച്ചുകൊണ്ട് EMI ഇപ്പോൾ അടക്കുന്ന EMI അത് തന്നെയായിരിക്കും, പക്ഷേ ലോണിന്റെ ടെന്യൂർ കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് പലിശ ഇനത്തിൽ കൂടുതൽ ലാഭിക്കാൻ, കൂടുതൽ സേവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു.
അപ്പോൾ ഹോം ലോൺ എടുത്തിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും അയച്ചു കൊടുക്കുക. കാരണം RBIയുടെ റെപ്പോ റേറ്റ് കുറച്ചത് കൊണ്ട് തന്നെ ഹോം ലോണിൽ വലിയ ഇനത്തിൽ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ ഒരു പുതിയ ഇൻഫോർമേഷൻ സഹായകമാകും എന്നുണ്ടെങ്കിൽ അവരിലേക്ക് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ആയിട്ടും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.